പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ ഒരു ഫുൾ ചെളി നിറഞ്ഞ ബോർവെല്ലിൽ കിടന്നൊരു പമ്പാണ്. 2-3 ദിവസത്തെ വളരെ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർക്കിത് പൊക്കിയെടുക്കാൻ സാധിച്ചത്. നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ചെളി അതിൻ്റെ അകത്ത് ഉള്ളിൽ ഇത് ചുണ്ണാമ്പ് മണ്ണാണ് ഈ ബോറിൽ ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കും പാറ ബോറിൽ വരുന്ന പൊടിയല്ല ഇത്. ഇങ്ങനെ വരുന്ന പമ്പൊന്നും പുറമേ നിന്ന് നമുക്ക് വെള്ളമൊഴിച്ച് കറക്കിയെടുക്കലൊന്നും നടക്കില്ല. ചുണ്ണാമ്പ് മണ്ണ് എന്ന് പറഞ്ഞാൽ അതാണ്. ചിലപ്പോൾ പൈപ്പ് കേസിങ് പൊട്ടിയതാവാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർവെൽ പമ്പ് സെറ്റിൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ചാണ്. ഇതിപ്പോൾ ഒരു ഫുൾ ചെളി നിറഞ്ഞ ബോർവെല്ലിൽ കിടന്നൊരു പമ്പാണ്. 2-3 ദിവസത്തെ വളരെ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർക്കിത് പൊക്കിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതേപോലെ ഒരു മോട്ടർ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യുക, മോട്ടർ പോയിട്ടുണ്ടോ, പമ്പ് ജാമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോർമലി ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ എന്താണ് ഫസ്റ്റ് പ്രൊസീജിയർ, അങ്ങനെയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പമ്പിൽ ചെളി കയറിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്, കാരണം ഇത് ഷാഫ്റ്റ് ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ ഈ പമ്പ് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യും, അങ്ങനെയുള്ള തുടങ്ങിയ ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് വെച്ചാൽ ചെളിയിൽ പൂണ്ടുപോയ ഒരു ബോർവെൽ പമ്പാണ്. അതായത് ഏകദേശം ഒരു 60 അടി ചെളിയിൽ പൂണ്ടുപോയെന്നാണ് ഇത് ലിഫ്റ്റ് ചെയ്ത പാർട്ടി നമ്മളോട് പറഞ്ഞത്. 1.5 HP 3 ഫേസ് പമ്പാണ്, 14 സ്റ്റേജ്. ഏകദേശം പുതിയ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു 2 ആഴ്ചയോളമാണ് റൺ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മോട്ടർ ജാമായതെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ വിളിച്ചു. അവരത് ഉയർത്തി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വൈൻഡിങ് ഫാൾട്ടായോ പമ്പ് എന്തൊക്കെയാണ് സംഭവം, ഏതായാലും ഷാഫ്റ്റ് അനങ്ങുന്നില്ല. അതുകൊണ്ട് പമ്പ് ജാമാണെന്നത് ഇത് നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ചെളി അതിൻ്റെ അകത്ത് ഉള്ളിൽ മണ്ണിരിക്കും, മണ്ണും മണലും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കാണാം. ഇത് ചുണ്ണാമ്പ് മണ്ണാണ് ഈ ബോറിൽ ഇറങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ പൈപ്പ് കേസിങ് പൊട്ടിയതാവാം, അല്ലെങ്കിൽ പാറയുടെ അടുക്കിൽ നിന്ന് വന്നതാവാം. എന്താണോ അതിന് പ്രത്യേകിച്ച് നമുക്ക് അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ, ഒന്നും പറയാൻ പറ്റില്ല. ചുണ്ണാമ്പ് മണ്ണിൻ്റെ അംശമാണ് കാണുന്നത്. അതിലും പമ്പ് ഏതായാലും അവർ ലിഫ്റ്റ് ചെയ്തെടുത്തു. നല്ലതായിട്ട് കഷ്ടപ്പെട്ടു. 3 ദിവസം കൊണ്ടൊക്കെയാണ് ഉയർന്നു വന്നതെന്നാണ് അവർ പറഞ്ഞത്. അതായത് നമുക്കിനി ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും നോക്കാം. വൈൻഡിങ് ഫാൾട്ടായിട്ടുണ്ടോ, പമ്പ് സർവീസ് ചെയ്യാൻ പറ്റുമോ, സർവീസ് ചെയ്യാനായി പമ്പ് അഴിച്ച് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം വൈൻഡിങ് കംപ്ലൈൻ്റ് ആയോ എന്ന് നോക്കാം. വൈൻഡിങ് ചെക്ക് ചെയ്യാം. വൈൻഡിങ് നമുക്ക് മൾട്ടിമീറ്റർ എടുത്തിട്ട് ഓംസ് റേഞ്ചിൽ നോക്കാം. 3 ഫേസ് ആയതുകൊണ്ട് 3 വൈൻഡിങ്ങും ഒരേ ഓംസ് ആയിരിക്കും അങ്ങനെ കാണിക്കേണ്ടത്. ഇപ്പം ഞാൻ ബ്ലൂവിലാണ് ഒരു പ്രോബ് കൊടുത്തിരിക്കുന്നത്. ആദ്യം റെഡും ബ്ലൂവും തമ്മിലുള്ള ഓംസ് നോക്കാം. റെഡും ബ്ലൂവും തമ്മിൽ 16 ഓംസ് ആണ് കാണിക്കുന്നത്. ഇനി അടുത്ത് ബ്ലൂവും യെല്ലോയും തമ്മിൽ സെയിം ആണ്, 16 ഓംസാണ് കാണിക്കുന്നത്. മോട്ടറിൻ്റെ ബോഡിയിൽ ലീക്കേജ് ഒന്നും കാണുന്നില്ല. ഇനി നമുക്ക് ഇതിനൊന്ന് സീരിയൽ ചെക്ക് ചെയ്യാം. സീരിയൽ ബൾബ് ഉപയോഗിച്ച് കൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ സീരിയൽ നോക്കാം. യെല്ലോ റെഡ് ബൾബ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ യെല്ലോ ബ്ലൂ ബൾബ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ബോഡി കിട്ടുന്നില്ല. അതുകൊണ്ട് വൈൻഡിങ്ങിന് ഫോൾട്ടില്ല എന്ന് അനുമാനിക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് കപ്ലിംഗ് അഴിച്ചിട്ട് മോട്ടർ ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാം. ഇതാ ഒന്ന് ക്ലോസപ്പ് കാണിച്ചോളൂ, അതിലിരിക്കണ ചെളിയുടെ അവസ്ഥ. പമ്പ് മണലെന്ന് പറയാൻ പറ്റില്ല, അലിഞ്ഞു പോകണ മണലുണ്ട്. ശരി, നമ്മുടെ കയ്യിൽ അലിഞ്ഞു പോകണ രീതിയിലുള്ള ചെടി, കല്ലും അതിനൊപ്പം മണലും ഉണ്ട്. നന്നായിട്ട് മണലും, പാറമണലും. ശരിക്കും പാറ ബോറിൽ വരുന്ന പൊടിയല്ല ഇത്. ഇത് പാറയുടെ അടുക്കിൽ നിന്നോ അല്ലെങ്കിൽ പൈപ്പ് കേസിങ് ഇറക്കിയ പൈപ്പ് പൊട്ടുകയോ എന്തോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ ചെളി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്ത് നോക്കാം. പമ്പ് കഴിച്ച് വാഷ് ചെയ്യാം, മോട്ടറും വാഷ് ചെയ്യാം. ഇതുപോലെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇടുകയാണ് ഏറ്റവും നല്ലത്. നമുക്കേ ഈ മോട്ടറിനെ ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാം. കറക്റ്റാണ്, മോട്ടറിൻ്റെ ഭാഗം അങ്ങനെ ഓക്കെയാണ്. മോട്ടർ ആംപിയർ കൂടുതലൊന്നും കാണിക്കുന്നില്ല, മോട്ടറെല്ലാം റെഡിയാണ്. ഇനി നമുക്ക് പമ്പിൻ്റെ ഭാഗം നോക്കാം. പമ്പ് അഴിച്ചിട്ട് പമ്പിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഇത് എക്കിയുടെ ഈ പമ്പായതുകൊണ്ട് നമുക്ക് സർവീസ് ചെയ്യാൻ എളുപ്പമാണ്. ഇവർ സ്ലീവ് കൊടുത്തേക്കണ കാരണം പെട്ടെന്ന് ഒരേ ബോൾട്ട് അഴിച്ചാൽ നമുക്ക് ഒരേ പാഴ്സാക്കാൻ എളുപ്പമുണ്ട്.
NRV തകർന്നു പോയിട്ടുണ്ട് നിലവിൽ. നോൺ റിട്ടേൺ വാൽവ് അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പൊക്കാൻ നേരത്തായിരിക്കും അത് അവർ ടൂൾ ഇറക്കി പൊക്കാൻ നേരത്തായിരിക്കും. ഇതിനകത്തോടെ പൈപ്പിലൂടെയാണ് അവരുടെ ടൂൾ ഇറക്കി വിടുന്നത്. അപ്പം ടോപ്പിലെ ബോൾട്ട് അഴിച്ചു. ഇവിടെയും ചെറിയ ഒരു പിൻഗാഡി ഉണ്ട്. ടോപ്പിലെ ബുഷുണ്ട്, വാഷറുണ്ട്. ഇത് നിറച്ച് അഴുക്കാണ് കേട്ടോ. ഇതിനുള്ളിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. ശരിക്കും ചെളിയുണ്ട്. അത്ര നിശ്ചയം കിട്ടുന്നില്ല. മൊത്തം നമ്മൾ ഇമ്പലറും ഡിഫ്യൂസറും ഷാഫ്റ്റിൽ നിന്ന് ഊരിയെടുത്തു. ഷാഫ്റ്റിനെ അങ്ങ് മാറ്റി വയ്ക്കാം. ഓ ചെളി. ചുണ്ണാമ്പ് മണ്ണ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇങ്ങനെ വരുന്ന പമ്പൊന്നും പുറമേ നിന്ന് നമുക്ക് വെള്ളമൊഴിച്ച് കറക്കിയെടുക്കലൊന്നും നടക്കില്ല. അന്ന് പാമ്പാടി ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല. ഇതുണ്ട്, ഇതൊന്നും ഒരിക്കലും പുറത്തു പോവില്ല. പിന്നെ ചേട്ടൻ ഇപ്പോൾ അതിൻ്റെ ഇമ്പലർ കാര്യങ്ങളെല്ലാം, ഇമ്പലർ ഡിഫ്യൂസറെല്ലാം വാഷിങ്ങിൻ്റെ കാര്യത്തിലാണ്. ഒരു ഇമ്പലറിൽ അഴുക്ക് വന്നിരിക്കുന്നതാണ്, മണ്ണ് വന്നിരിക്കുന്നതാണ്, ചുണ്ണാമ്പ് മണ്ണ്. അപ്പോൾ ഇത് ഇത്ര ഇതുണ്ട്. ഇതിന് ഹോള് എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ നമ്മുടെ ആകാശം പയ്യെ കറുത്ത് തുടങ്ങി, പയ്യെ മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഇന്നത്തേക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വാഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതൊരു മറ്റൊരു ദിവസം ഇതിൻ്റെ അസംബ്ലിങ് ചെയ്ത് ഒരു ഫുൾ വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിക്കാം. ഹായ്, വെൽക്കം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം നമ്മൾ മഴ കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയൊരു വർക്ക്, അതായത് ഇതിൻ്റെ റീഅസംബ്ലിങ്, ചെളി കയറിപ്പോയ പമ്പ് അതിൻ്റെ റീഅസംബ്ലിങ് ആണ് ഇന്ന് ചെയ്യാൻ പോണത്. ഇത് ശരിക്കും ഫൈബർ ചിറ്റിയാണ് വേണ്ടത്. നമ്മൾ പ്ലെയറിൻ്റെ പിടി ഉപയോഗിക്കണം. ഒരു സ്റ്റേജ് ഇമ്പലർ ഇട്ട് ടൈറ്റ് ഉണ്ടോ എന്താണെന്ന് നമ്മൾ പയ്യെ കറക്കി നോക്കണം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ഇമ്പലറും പ്ലേസ് ചെയ്യുകയാണ്. എത്രയുണ്ട്? 14. ലാസ്റ്റ് സ്റ്റേജിൻ്റെ ഒരു പ്രത്യേക ഡിഫ്യൂസറിന് കട്ടിങ് ഉണ്ടാവില്ല, വെള്ളം പുറത്തേക്ക് വരാനുള്ളൊരു സ്പേസിങ് ഉണ്ടാവും. ഇതാണ് ഏറ്റവും മുകളിൽ വരുന്ന ഡിഫ്യൂസർ. ഈ ഷാഫ്റ്റ് ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് കറക്കി നോക്കുക, പ്ലേ നോക്കുക. ഒരു മാക്സിമം 3 mm, 1 to 3 അതാണ് ഈ പ്ലേ കിട്ടേണ്ടത്. ബുഷ്, ടോപ്പ് ബുഷ് വയ്ക്കാം. ഇതിൻ്റെ നെറ്റ്, ഇതിൻ്റെ ടോപ്പ്, ഏറ്റവും ടോപ്പ്. ഇത് ബെൽറ്റ് പൊസിഷൻ കറക്റ്റ് ചെയ്ത് വേണം വയ്ക്കാൻ. കാണുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നും, സെറ്റിങ് അത്ര ഈസി അല്ല. അങ്ങനെ നമ്മുടെ പമ്പ് ഫ്രീ ആണ്. ഇപ്പോൾ ബെൽറ്റ് ഇട്ടു, ബെൽറ്റിനും പ്ലെയിൻ എല്ലാം ഇത് കറക്റ്റാണ്. അപ്പം നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. മോട്ടർ എടുത്ത് കിണറ്റിലല്ല ബാരലിലിട്ടു. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. റെഡി? മോട്ടർ റിവേഴ്സാണ് കറങ്ങുന്നത്. അപ്പോൾ നമ്മൾ കണക്ഷൻ ആദ്യം റിവേഴ്സായിരുന്നു, ഇപ്പോൾ ഫോർവേഡായി. അങ്ങനെ ചെളി കയറി ജാമായി പോയ മോട്ടർ റീസ്റ്റോർഡായി.
ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഒരു മണൽ കയറി അല്ലെങ്കിൽ ചെളി കയറി സ്റ്റക്കായ പമ്പ് എങ്ങനെയാണ് ഡിസ്മാൻഡിൽ ചെയ്ത് അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് എന്താണ് അതിൽ സംഭവിക്കാറുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഇത് ജാമാവുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കൂടുതൽ കിട്ടാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.